ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെല്ലാവരും ഇന്ന് ക്ലാസ് കൂടാൻ വന്നിട്ടുണ്ടോ? കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടാണ് വന്നേക്കുന്നത്. ഈശോയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങളെല്ലാവരും നല്ല മിടുക്കരായിട്ട് വന്നേക്കുക അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചായിരുന്നല്ലേ? സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ചോ? എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചോ? എല്ലാവരെയും സഹായിച്ചോ? സഹായിച്ചല്ലേ? എല്ലാവരെയും സ്നേഹത്തോടെ സഹായിച്ചു അല്ലേ? അപ്പം നമുക്ക് ഈശോയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചു നിന്നോ കേട്ടോ. സ്നേഹമുള്ള ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിക്കുവാനായി ഇന്ന് അങ്ങയോടൊപ്പം ആയിരിക്കുകയാണ്. ഈശോയെ, ഒത്തിരി കാര്യങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ വളരുമ്പോൾ അങ്ങ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ, അങ്ങ് മറ്റുള്ളവരെ സഹായിച്ചതുപോലെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുവാൻ എപ്പോഴും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. ആമേൻ. നമുക്ക് ഇരിക്കാം കേട്ടോ. ഇന്നുണ്ടല്ലോ സിസ്റ്റർ ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ജോയലിൻ്റെയും ജിതിൻ്റെയും കഥയാണ് പറയുന്നത്. ഈ ജോയലും ജിതിനും ഉണ്ടല്ലോ നിങ്ങളെപ്പോലെ കുഞ്ഞു കുട്ടികളാണ്. അവർ ഭയങ്കര കൂട്ടുകാരാണ്. അവരുടെ വീട് അടുത്തടുത്താണേ. അതുകൊണ്ടല്ലോ അവരെപ്പോഴും ഒരുമിച്ച് സ്കൂളിൽ പോകും. ഒരുമിച്ചായിരുന്നു ഇത് പഠിക്കുന്നത്. പിന്നെയോ കളിക്കാനൊക്കെ പോകുമ്പോൾ അവർ ഒരുമിച്ച് കളിക്കാൻ പോകും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ജോയൽ ഇന്നും രാവിലെ ജോയലിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ പള്ളിയിൽ പോകും. പക്ഷേ ജിതിൻ ഭയങ്കര മടിയനാണ്. അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? രാവിലെ മൂടി പൊതിച്ച് കിടന്നുറങ്ങും. ജിതിൻ്റെ പപ്പയും മമ്മിയും ഒക്കെ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ അവനെ വിളിക്കും, എഴുന്നേക്ക് നമുക്ക് പള്ളിയിൽ പോകാമെന്ന്. പക്ഷേ ജിതിൻ എന്ത് ചെയ്യുമെന്നറിയാവോ? മൂടി പൊതിച്ച് പിന്നെയും കിടന്നുറങ്ങും. ജോയൽ എന്നും ജിതിനോട് പറയും, നീയും രാവിലെ എൻ്റെ കൂടെ പള്ളിയിൽ വാ. അവൻ പറയും വരാം. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയാവോ? രാവിലെ അവൻ എഴുന്നേക്കില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഇവരെന്നും സ്കൂളിൽ ഒരുമിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ? അവർ രാവിലെ സ്കൂളിലേക്ക് പോയപ്പോഴുണ്ടല്ലോ പോകുന്ന വഴിക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ചെളിയിൽ കിടക്കുക. അപ്പോഴേക്ക് ഇത് കണ്ടപാടെ ജോയൽ പറഞ്ഞു, ദേ അതുകൊണ്ടോ ഒരു പ്രായമുള്ള മനുഷ്യന്, നമുക്ക് അയാളെ ഒന്ന് സഹായിച്ചാലോ? അപ്പം ജിതിൻ പറഞ്ഞു, അയ്യോ വേണ്ട, നമുക്ക് സ്കൂളിൽ എത്തിച്ചേരാനുള്ള സമയം പോകും. പിന്നീടല്ലോ നമ്മുടെ നല്ല ഡ്രസ്സല്ലേ, ഇതെല്ലാം ചെളി പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ജിതിൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ സ്കൂളിലേക്ക് ഓടി. പാവൻ ജോയൽ അവന് ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് അയാളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പാവം, അയാൾക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇവന് എഴുന്നേൽപ്പിച്ച് ഉടുപ്പിൽ പറ്റിയ ആ മനുഷ്യൻ്റെ ഡ്രസ്സിൽ പറ്റിയ ചെളിയൊക്കെ തൂത്ത് കൊടുത്ത് അയാളെ പതുക്കെ കൈ പിടിച്ച് നടത്തി. എന്നിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള സമയം വൈകി. അവൻ ഓടി സ്കൂളിലേക്ക് പോയി. അപ്പോഴതാ ഹെഡ് മാസ്റ്റർ വടിയൊക്കെ പിടിച്ച് മുറ്റത്ത് നിൽപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? താമസിച്ച് വരുന്ന കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ്റെ ഡ്രസ്സെല്ലാം നല്ല യൂണിഫോം എല്ലാം ചെളിയായല്ലേ? അപ്പോഴേക്ക് സാറിന് മനസ്സിലായി ഇവൻ വഴിക്ക് എവിടെയോ കളിക്കുകയായിരുന്നു. അപ്പോൾ സാറ് വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു. സാറ് ചോദിച്ചു, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? അപ്പോൾ പാവം ജോയൽ ഒത്തിരി പേടിച്ചു. ജോയൽ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സാറ് ഒന്നും പറഞ്ഞില്ല. സാർ പറഞ്ഞു, നീ ക്ലാസ്സിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞ് അവരുടെ സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. സ്കൂളിൻ്റെ വാർഷികം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഒത്തിരി പരിപാടികളുണ്ടാകും, ഡാൻസ്, പാട്ട്, പിന്നെ പുറത്തുനിന്ന് കുറേ പേര് ഇതൊക്കെ കാണാൻ വരും. പിന്നെ ആ വർഷം ഏറ്റവും നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക്, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. അങ്ങനെ വലിയ ആഘോഷമാണെന്ന് ഉച്ച കഴിഞ്ഞ്. അപ്പോൾ എല്ലാ വർഷവും അവരുടെ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവർക്കൊരു സമ്മാനം കൊടുക്കും. അപ്പോൾ ഈ വർഷവും ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്.
എല്ലാവരും വിചാരിച്ചു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വിചാരിച്ചു എനിക്കായിരിക്കുമെന്ന്. നന്നായി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ വിചാരിച്ചു അവർക്കായിരിക്കുമെന്ന്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് എനിക്കായിരിക്കുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴുണ്ടല്ലോ, സാർ എഴുന്നേറ്റ് നിന്ന് പേര് വിളിച്ചു. ഈ വർഷത്തെ ഏറ്റവും നല്ല കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? അത് ജോയലിനെയാണ്. അപ്പോഴേക്കും എല്ലാവരും തിരിഞ്ഞു ജോയലിനെ നോക്കി. പാവം ജോയൽ, അവൻ്റെ ഉടുപ്പെല്ലാം ഭയങ്കര മുഷിഞ്ഞല്ലേ, ചെളിയെല്ലാം പറ്റിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ജോയലിന് കൊടുത്തത്. അപ്പോൾ സാറ് അന്ന് രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും കേക്കെ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, ഈ ജോയലിനെ പോലെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ എല്ലാവരെയും, ഈ പ്രായമുള്ളവരെയും എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് ജോയലിനുണ്ടായിരുന്നു. ഈ മനസ്സാണ് കുഞ്ഞുങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയത് എന്ന് പറഞ്ഞ് ഈ സമ്മാനം ജോയലിന് കൊടുത്തു. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ജോയലിന് ഭയങ്കര സന്തോഷമായി. അപ്പോഴുണ്ടല്ലോ നമ്മുടെ ജിതിന് ഭയങ്കര വിഷമമായി. എന്താണ്? ജോയലിനെ കുറച്ച് സമയം സഹായിച്ചായിരുന്നെങ്കിൽ ഈ സമ്മാനം ആർക്ക് ലഭിക്കുമായിരുന്നു? നമ്മുടെ ജിതിനും ലഭിക്കുമായിരുന്നു. ജിതിന് ജോയലിൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ പറഞ്ഞു. സോറി കേട്ടോ, ഞാൻ ഇന്ന് മുതൽ നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചു. അങ്ങനെ ജോയലും ജിതിനും എന്നും രാവിലെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. കൂട്ടുകാർക്കറിയാമോ, ഈ ജോയലിന് എന്തുകൊണ്ടാണ് ആ പ്രായമുള്ള മനുഷ്യനെ സഹായിക്കാൻ തോന്നിയത്? എന്തുകൊണ്ടായിരിക്കാം? ജോയലിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. പിന്നെയോ ആ പ്രായമുള്ള മനുഷ്യനിൽ ജോയൽ ആരെ കണ്ടു? ഈശോയെ കണ്ടു. അതുകൊണ്ടാണ് ജോയലിന് അത്ര തിരക്കിട്ട് സ്കൂളിലേക്ക് പോയപ്പോഴും ആ മനുഷ്യനെ സഹായിക്കാനായി തോന്നിയത്. അപ്പോൾ കുഞ്ഞുമക്കളായ നിങ്ങളും ഇതുപോലെയൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ നടന്നു പോകുമ്പോൾ പ്രായമുള്ളവരും പിന്നെ ഇങ്ങനെ ഭിക്ഷക്കാരും ആരും നോക്കാനില്ലാത്തവരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ? ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികളെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഡ്രസ്സൊന്നും ഇടാതെ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും ഇല്ലാതെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം. ഇപ്പോൾ നമുക്ക് പപ്പയോടും മമ്മിയോടൊക്കെ പറഞ്ഞ് 5 രൂപയാണെങ്കിൽ 5 രൂപയെങ്കിലും അവർക്ക് കൊടുക്കണം. അപ്പോഴെന്താണെന്നറിയാൻ സംഭവിക്കുന്നത്? നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? അത് ഈശോയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നവരെ കാണുമ്പോൾ നമ്മൾ അവരെ കളിയാക്കാൻ പാടുണ്ടോ? ഇല്ല. അവരെ ഇതെന്താ അങ്ങനെയൊന്നും ചോദിക്കാം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ അവരെ നമ്മൾ സ്നേഹത്തോടെ നോക്കണം. നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു സഹായം, നമ്മുടെ ജോയൽ ചെയ്തതുപോലെ കുഞ്ഞു സഹായം കുഞ്ഞുമക്കളായ നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ഇതുപോലെ പാവപ്പെട്ടവരെ മുഴുവൻ സഹായിച്ച് അനാഥരായവരെയൊക്കെ, അനാഥരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ആരും നോക്കാനൊന്നുമില്ലാത്തവർ, ഇങ്ങനെ ആരും സഹായിക്കാനില്ലാത്തവരെയൊക്കെ ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി കൊടുത്ത് അവരെ എപ്പോഴും സഹായിച്ച് ജീവിച്ച ഒരമ്മയെക്കുറിച്ചാണ് ഇനി സിസ്റ്റർ നിങ്ങളോട് പറയുന്നത്. ഈ ഫോട്ടോ നോക്കിക്കേ, കണ്ടോ? ഇതാരാന്നറിയാവോ? ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഇത് നമ്മുടെ മദർ തെരേസയാണ്, വിശുദ്ധ മദർ തെരേസ. ഇപ്പോഴുണ്ടല്ലോ, മദർ തെരേസ എവിടെയാ താമസിച്ചെന്നറിയാവോ? കൽക്കട്ട എന്ന സ്ഥലത്തായിരുന്നു. മദർ തെരേസ എന്നും രാവിലെ കുറേ നേരം ഇരുന്ന് ഈശോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങും. അവിടെ വലിയ പട്ടണമാണ്, വലിയ ടൗണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മനുഷ്യരുണ്ടാകും, ആരും സഹായിക്കാനില്ലാതെ പല അസുഖമൊക്കെ പിടിച്ചിങ്ങനെ ഓരോ മൂലയ്ക്കോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയി ഈ അമ്മയുണ്ടല്ലോ, അമ്മ ഇങ്ങനെ അവരെയൊക്കെ ചേർത്ത് പിടിച്ച്, ഇപ്പം മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ ഈ അമ്മ അവരെയൊക്കെ അമ്മയുടെ മഠത്തിലേക്ക് കൊണ്ടുവരും. ഈ അമ്മ എന്ന് പറഞ്ഞാൽ മഠത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അമ്മ ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിനെ പോലെ തന്നെ ഒരു സിസ്റ്ററാണ് ഈ മദർ തെരേസ. അപ്പോൾ അവർക്ക് വേണ്ടി ആ മഠത്തിനോട് ചേർന്ന് പ്രത്യേക റൂമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഈ പാവപ്പെട്ടവരെയും ആരും നോക്കാനില്ലാത്തവരെയെല്ലാം ഈ അമ്മ ഇങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കി. ഈ അമ്മയുടെ പൈസയുണ്ടോ? പൈസയൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? മദർ തെരേസ രാവിലെ വീണ്ടും ഇറങ്ങി ഒത്തിരി പണമുള്ള അവരുടെ അടുത്തേക്ക് ചെന്നു. കടയിലും വീടുകളിലൊക്കെ പണക്കാരുടെ അടുത്ത് ചെന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് പൈസ തരണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി അവർ തരുന്ന ആ പൈസയൊക്കെ മേടിച്ചാണ് ഈ പാവപ്പെട്ട മക്കളെ അവർക്കുള്ള ഡ്രസ്സ് വാങ്ങുന്നതും അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയാണ് സ്വന്തം മക്കളെ പോലെ കണ്ട്
സഹായിച്ചിരുന്നു. അമ്മ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും ഈശോയെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ സന്തോഷത്തോടെ ഈ ജോലികളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഈ അമ്മ വിശുദ്ധിയായിത്തീർന്നത്, വിശുദ്ധ മദർ തെരേസയായിത്തീർന്നത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വിശുദ്ധരാകണ്ടേ? ആകണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് സഹായങ്ങളൊക്കെ നമ്മളും ചെയ്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. ഈശോ എന്താണ് നമ്മളോട് പറഞ്ഞത്? ഈശോ കാണിച്ചു തന്ന മാതൃക അല്ലേ? ഈശോ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം അല്ലേ? ഈശോ എന്താണ് ചെയ്തത്? ഈശോ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്തു അല്ലേ? എല്ലാവരെയും സഹായിച്ചു. അതാണ് നമ്മുടെ മദർ തെരേസയും ചെയ്തല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളായ നമ്മളും എന്ത് ചെയ്യണം? നമ്മളും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈശോ പഠിപ്പിച്ചു തന്ന ഒരു വചനം സിസ്റ്റർ പഠിപ്പിച്ചു തരാം. ഈ വചനമാണ് സ്നേഹത്തിൻ്റെ കൽപ്പന എന്നറിയപ്പെടുന്നത്. എന്താണ് സ്നേഹത്തിൻ്റെ കൽപ്പന? അപ്പോൾ അതിതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം 34-35 വചനങ്ങളിലാണ് ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വചനം ഇന്ന് തന്നെ പഠിക്കണേ. ഏതാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. അത് നമ്മുടെ ഈ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ഈശോയാണ് ഈ വചനം പറയുന്നത്. ഇനി ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് ഒരു കുഞ്ഞു പാട്ട് നമുക്ക് പഠിച്ചാലോ? സിസ്റ്റർ പാടിത്തരാം, അത് നിങ്ങൾ ഏറ്റുപാടണം കേട്ടോ. സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമോടെന്നും സഹചരനെ, പാലിച്ചിടുക മോദമോടെ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ. കിട്ടിയോ? ഒന്നുകൂടെ പാടിയാലോ? സിസ്റ്റർ പാടുന്നതിൻ്റെ കൂടെ പാടാനായിട്ട് നോക്കണം കേട്ടോ. സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമോടെന്നും സഹചരനെ, പാലിച്ചിടുക മോദമോടെ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ. ഈ പാട്ടിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമോടെന്നും സഹചരിനി, പാലിച്ചിടുക മോദമോടെ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ. സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമോടെന്നും സഹചരിനി, പാലിച്ചിടുക മോദമോടെ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ, സ്നേഹത്തിൻ തിരുകൽപ്പന നീ. ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ഇതിന്ന് പഠിക്കണം കേട്ടോ. ഇനി നമ്മളിന്ന് എന്താ പഠിച്ചത്? ഈശോ മറ്റുള്ളവരെ സ്നേഹിച്ചു അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത് ആരാ പറഞ്ഞത്? ഈശോ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഈശോ പറഞ്ഞ ഈ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിച്ച ഒരു അമ്മ ആരാണ്? നമ്മളിന്ന് ആരെക്കുറിച്ചാണ് പഠിച്ചത്? വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. അപ്പോൾ കുഞ്ഞുമക്കളായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ വീട്ടിൽ പപ്പയും മമ്മിയെയും സഹായിക്കണം. വീട്ടിലെ ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ നമ്മൾ ചെയ്ത് അവരെ നമ്മൾ സഹായിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ നമ്മളൊരാഴ്ച നമ്മൾ ഉണ്ണീശോയുടെ പിറന്നാൾ ആഘോഷിക്കാനായി ഇങ്ങനെ ഒരുങ്ങുമായിരുന്നു അല്ലേ? ഏത് വചനമായിരുന്നു നമ്മളൊരു സുകൃതജപം പഠിച്ചായിരുന്നു അല്ലേ? പഠിച്ചായിരുന്നു. ഏതായിരുന്നു? എൻ്റെ ഉണ്ണീശോയെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാ അല്ലേ? എല്ലാവരും അത് ചൊല്ലിയായിരുന്നോ? ചൊല്ലിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ആഴ്ച സിസ്റ്റർ ഒരു സുകൃതജപം പറഞ്ഞു തരാം. അതിതാണ്: എൻ്റെ ഉണ്ണീശോയെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന്. എന്താണ്? എൻ്റെ ഉണ്ണീശോയെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇത് ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ 10 പ്രാവശ്യം ചൊല്ലണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരാഴ്ച മുഴുവൻ ഇത് ചൊല്ലിയിട്ട് നമ്മൾ എന്താണ് ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കേണ്ടത്? ഉണ്ണീശോയ്ക്ക് നമ്മൾ ഒരു ഉടുപ്പ് കൊടുത്തു, പിന്നെയോ നല്ല കമ്പിളിപ്പൊതുപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഉണ്ണീശോയ്ക്ക് കളിക്കാനായിട്ട് ഒരു പന്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ഈ സുകൃതജപം ചൊല്ലി ഒരു പന്തായിട്ട് നമ്മൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങളിത് ചെയ്യണേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് കണ്ണടച്ച് കൈ പിടിച്ച് നിൽക്കണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയോടൊപ്പം
ഈ നിമിഷം ആയിരിക്കുവാൻ സാധിച്ചതിന് ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് എല്ലാവരെയും സ്നേഹിച്ചതുപോലെ കുഞ്ഞുമക്കളായ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. The bells, sweet silver bells, all seem to say, throw us away. Christmas is here, bringing the cheek to young and old, meeting the ball, ding dong ding dong. That is a song which is fooling, all caroling. Once a year, what's a good cheer from